ഹലോ എവ്രി വൺ. ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ട്രഡീഷണലായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ബീഫ് സമൂസയാണ്. ഈ ബീഫ് സമൂസ എന്ന് പറയുന്നത് മലബാറിൻ്റെ ഫേവറേറ്റായ ഒരു സമൂസ റെസിപ്പിയാണ്. ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്രസ്റ്റ് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ക്രസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ 3 കപ്പ് പൊടിക്ക് ഉപ്പും കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത് ഒരു 2-3 ടേബിൾ സ്പൂൺ അത്ര. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇത് കുഴക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് പുട്ടിന് ഞങ്ങൾ മിക്സ് ചെയ്യുന്ന പോലെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. സ്ലോലി ആയിട്ട് മെല്ലനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുത്തിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള എങ്ങനെയും നമ്മളെ ഈ തൊലി ഉണ്ടല്ലോ സമൂസൻ്റെത്, അതെങ്ങനെ ഇത്ര ക്രിസ്പി ആയിട്ട് വരുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുള്ള മസാല ഇപ്പോൾ ഞാൻ ആക്കുന്നുണ്ട്. അതിനിപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടില്ല, നീളത്തിൽ അരിഞ്ഞിട്ട് അതൊന്ന് സോഫ്റ്റാക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് നല്ല സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കരിയാണ്ട് നോക്കണം, അധികം അടിക്ക് പിടിക്കാണ്ട്. ആ ഒരു മെത്തേഡ് ഉണ്ട് ഈ ഒരു മസാല ആക്കുന്ന രീതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നല്ല കളർ ഫുൾ മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ അത്രയാണ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി മസാലപ്പൊടി എന്ന് പറയുന്നത് ഇതിൽ ഞാൻ ചേർക്കുന്ന ജീരകപ്പൊടിയും കുരുമുളക് പൊടിയുമാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതിപ്പം 3 ഉള്ളിക്ക് ഞാനിപ്പം 1 കപ്പ് ബീഫാണ് ഇട്ടത്. ബീഫ് എന്ന് പറയുന്നത് അതിന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പും കുറച്ച് കുരുമുളക് ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് നിങ്ങൾ ലാസ്റ്റ് നോക്കിയിട്ടിടുക, ബീഫിന് കുറച്ച് എന്തായാലും ഉപ്പുണ്ടല്ലോ. അപ്പോൾ അതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ചപ്പലിടാം, കൊറിയാൻഡർ കറി ലീവ്സ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല ഒരു ഉള്ളി ശരിക്കും കുറച്ചൊന്ന് കടിക്കണം, നന്ന സോഫ്റ്റ് ആകാൻ പാടില്ല. അത് മിക്സ് റെഡി ആക്കിയിട്ട് നമ്മൾ ഡഫ് ഇടുക, കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഉരുളകൾ കണ്ട ഒരു പൂരിൻ്റെ വലുപ്പത്തിലില്ല ഒരു ബോൾസാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ പരത്തി കൊടുക്കുക. ഇതിപ്പം സമൂസ ആക്കുമ്പം എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത് മസാല 1 ടീസ്പൂണിൻ്റെ അത്ര ഇടുന്നതാണ്. കൂടുതൽ ബീഫിൽ നിറച്ചും ഇറച്ചി വേണമെന്നില്ല. അപ്പോൾ ഉള്ളിയും ഇറച്ചിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറക്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ അത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണിൻ്റെ അത്ര മാത്രം, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫോൾഡിങ് മെത്തേഡുണ്ട്. ഇത് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കട്ടറൊന്നും ഉപയോഗിക്കുന്നില്ല, ഇത് പിസ്സ കട്ടറാണ്. ഈ പിസ്സ കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒരു 3 ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ കുറേ ആൾ ചോദിക്കും ഇത് നേർക്ക് സീലാവോ, അല്ല ഫ്രൈ ചെയ്യുമ്പോൾ അത് ഓപ്പണായി പോകുന്നില്ല കാര്യം. പക്ഷേ അങ്ങനെ ഒന്നുമില്ല, സിമ്പിളായിട്ടാണ് നിങ്ങളുടെ അടുത്ത് കട്ടർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാ സമൂസ ഷീറ്റൊക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഈ ഡഫ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല, നല്ല ടൈറ്റായിട്ട് മിക്സ് ചെയ്ത് കുഴക്കേണ്ടതാണ്, എന്നാലേ ഈ ഒരു ക്രിസ്പി ഫ്ലേക്കി ആയിട്ടുള്ള സമൂസ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഞാനിത് ഒന്ന് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇങ്ങനെ 3 ഷേപ്പിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ ഇത് സീൽ ചെയ്തിട്ട് വരും. അപ്പോൾ എനിക്കിത് ചെയ്യുന്നതുകൊണ്ട് ഇത് നല്ല സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒരു നാക്കുണ്ട് ഇത് ചെയ്യുന്നതിന്, ഇങ്ങനെ വട്ടത്തിൽ വേണം ഇത് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ജസ്റ്റ് ഒരു 2 കഷ്ണം ബീഫ് കൊണ്ടാണ് ഞാൻ ഇത്രയും സമൂസ ആക്കിയെടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം, പ്രത്യേകിച്ച് എൻ്റെ മോനിക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഈ കറി വെക്കുമ്പം 2 പീസ് ബീഫ് ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്തിട്ട് വേഗം ഒരു സമൂസ, ഒന്നല്ല കുറേ സമൂസ ആക്കാം. ഒരു 20-30 സമൂസെങ്കിലും ഞാൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഇതൊരു പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആകെ മസാല ആക്കി ഇത് ഒരു 15 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ സംഭവം ആക്കിയെടുത്തത്. അത്രയും ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഡെയിലി ഈ കട്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പം, സ്ഥിരമായിട്ട് ചെയ്യുമ്പം ഇതിങ്ങനെ നമ്മൾ ഈസി ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ബാക്കി വരുന്ന കഷ്ണങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വെറുതെ ഫ്രൈ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇനിയും പാറ്റീസ് ആക്കിയിട്ട് സമൂസകളാക്കാം. അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് ഞാൻ ഇത്രയും സമൂസ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഓയിൽ എടുത്തിട്ടുള്ളത്. ചില ആൾക്കാർ വെളിച്ചെണ്ണ ഉപയോഗിക്കലുണ്ട്, ഞാൻ ഇതിന് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ മാത്രം, ബ്രൗൺ ആക്കാൻ നിന്നിട്ടില്ല.
ഇത് വേഗമാവും, ഫ്ലേക്കി ക്രസ്റ്റാണ് ഇതിൻ്റെത്. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഉപ്പും നല്ല സ്പൈസി ആയിട്ടുള്ള സമൂസ ഫില്ലിങ്ങാണ് ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നല്ല സ്പൈസി ആയിട്ട് തന്നെ വേണം. അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് നല്ലോണം തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ അയച്ചിട്ടാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല നല്ല പഫ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു പഫ്സൊക്കെ കിട്ടുന്നില്ല, അതുപോലെ തന്നെ കിട്ടുന്നു. ഇത് മാത്രമല്ല, ഇത് സോഫ്റ്റ് ആവില്ല. ഈ സമൂസ എന്ന് പറയുന്നത് നമ്മൾ ആക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. അപ്പം ഫ്രിഡ്ജിൽ വെച്ചാലും കൂടി ഇത് പുറത്ത് എടുത്തിട്ട് ജസ്റ്റ് ഫ്രൈ പാനിലിട്ട് ചൂടാക്കുമ്പോൾ തന്നെ ആ ക്രിസ്പിനെസ് തന്നെ നിൽക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളെ ബീഫ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്